KS രവികുമാർ രചനയും സംവിധാനവും ചെയ്ത് 1995 പുറത്തിറങ്ങിയ തമിഴ് ചിത്രമാണ് മുത്തു. മീനയും രജനികാന്തും ഒന്നിച്ച ചിത്രം തേന്മാവിൻ കൊമ്പത്ത് എന്ന മലയാള സിനിമയുടെ റീമേക്കായിരുന്നു. 1998 ചിത്രം മുത്തു ഒടൊരു മഹാരാജ എന്ന പേരിൽ ജപ്പാനിൽ റിലീസ് ചെയ്യപ്പെട്ടിരുന്നു. ജപ്പാനീസ് ബോക്സ് ഓഫീസിൽ വലിയ വിജയമായിരുന്ന ചിത്രം 23.50 കോടി കളക്ഷനും നേടി. അന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഇന്ത്യൻ ചിത്രമായി മാറാൻ ഈ മുത്തുവിന് കഴിഞ്ഞിരുന്നു. 2022 രാം ചരണും ജൂനിയർ NTRഉം നായകന്മാരായി എത്തി SS രാജമൗലി സംവിധാനം ചെയ്ത RRR ജപ്പാനിൽ റിലീസ് ചെയ്യുന്നതുവരെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഇന്ത്യൻ ചിത്രമായി തുടരാൻ മുത്തുവിന് സാധിച്ചിരുന്നു. ചിത്രത്തിലൂടെ മീനയ്ക്കും രജനീകാന്തിനും ജപ്പാനിൽ വലിയ ആരാധകരെ സൃഷ്ടിക്കാനും കഴിഞ്ഞു. ഇപ്പോൾ ഈ ചിത്രത്തെക്കുറിച്ച് പറയുകയാണ് മീന. ആനന്ദപുരം ഡയറീസ് എന്ന തൻ്റെ പുതിയ ചിത്രത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായി ഫാമിലി ബീറ്റ് മലയാളത്തിനോട് സംസാരിക്കുകയായിരുന്നു താരം. ഇപ്പോഴും മുത്തു സിനിമയെക്കുറിച്ച് പറഞ്ഞ് ജപ്പാനിൽ നിന്നും മെസ്സേജുകൾ വരാറുണ്ട്. അവിടെ നിന്നും ആളുകൾ വരാറുണ്ട്. ഞാനില്ലെങ്കിലും എൻ്റെ വീടിൻ്റെ മുന്നിൽ നിന്നും ഒരു ഫോട്ടോ എടുത്തിട്ട് പോകും, മീന പറഞ്ഞു. താൻ മുത്തു സിനിമ പൂർണ്ണമായും കാണുന്നത് ചിത്രം റിലീസ് ചെയ്തപ്പോഴാണെന്നും അതിനു മുൻപ് ആ സിനിമ മുഴുവനായി കണ്ട ഓർമ്മ തനിക്കില്ലെന്നും താരം പറയുന്നു. തിയേറ്ററിൽ പേര് വന്നപ്പോൾ ആളുകൾ വിസിലടിയും ആഘോഷവുമായിരുന്നെന്നും ഇത്രയും കാലത്തിന് ശേഷവും മുത്തുവിന് ഇങ്ങനെയൊരു സ്വീകാര്യത ഉണ്ടാകുമെന്ന് വിചാരിച്ചിരുന്നില്ലെന്നും മീന പറഞ്ഞു. ഈ അടുത്താണ് ഞാൻ മുത്തു മുഴുവനായും കാണുന്നത്, അതും സിനിമ റിലീസ് ചെയ്തപ്പോൾ. അതുവരെ ഞാൻ അതിലെ പാട്ടുകളും ചില സീനുകളും ഒക്കെയാണ് കണ്ടത്. ആ സിനിമ മുഴുവനായും കണ്ട ഓർമ്മ എനിക്കില്ല. റിലീസ് ചെയ്തപ്പോൾ ഞാൻ അത് മുഴുവനായും തിയേറ്ററിൽ ഇരുന്ന് തന്നെ കണ്ടു. ആ അനുഭവം വളരെ നന്നായി.